എന്റെ മനസ്സിലുള്ള ഇഷ്ടം ശ്വേതയോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ ഈ ലെറ്റർ. മോനെ, പ്രായമായ ചെറുക്കൻ കളർ പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വെച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. മോനെ, ഒരു കാര്യം ഞാൻ പറയാം. എഴുന്നേക്കാൻ വയ്യാതെ തളർന്നു കിടക്കുന്ന നിന്റെ അച്ഛൻ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാ. ഗ്യാസ് അടുപ്പുണ്ടായിട്ടും വിറകടുപ്പിനകത്ത് നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ. പ്രായപൂർത്തിയായിട്ടും നല്ല ഒരു ചെറുക്കനെ കണ്ടെത്തുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രായപൂർത്തിയായി നിൽക്കുന്ന നിന്റെ പെങ്ങള് നല്ലപോലെ കോളേജിൽ പോയി പഠിച്ച് മിടുക്കനാവണ്ട നിന്റെ അനിയനിപ്പോ മഹാവാട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് നിന്റെ തോന്നിവാസത്തിന് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാലേ എന്ത് കഷ്ടമാടാ മോനെ. വിവരമുണ്ടോടാ നിനക്ക്? നീ ഒരു മനുഷ്യനാണോടാ? എന്താ അച്ഛനായിട്ട് അങ്ങേർക്കൊന്നും ആഗ്രഹിക്കാൻ പാടില്ലെന്നാണോ? എന്താ കുടുംബത്തിന് വേണ്ടി നിനക്കൊന്ന് ത്യാഗം ചെയ്തൂടെ? ഇതിനൊക്കെ വേണ്ടി ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോവൂ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരുത്തിയല്ല 3 ഞാൻ കെട്ടിയനെ. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചതേ ഈ ത്യാഗം ചെയ്തോണ്ടൊന്നുമല്ല. പിന്നെ കൊള്ളാലോ, കല്യാണ സീനില്ലെങ്കിലും നീ ഫസ്റ്റ് നൈറ്റിന് റെഡിയായി അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അളിയാ? ശരി പറ. ഇതെന്താ പെണ്ണിന് പോലെ ആള് വരുന്നു? ആന്റി, റൂൾ പ്രകാരം പെണ്ണാണല്ലോ പാലക്കായിട്ട് വരേണ്ടത്. റൂൾ? ഐ ലൈക്ക് ദാറ്റ്. അയ്യോ, ശ്രുതി, വാ വാ വാ. ഈ വീട്ടിൽ ചില സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. അത് പറയാൻ വേണ്ടിട്ടാ മമ്മി ആദ്യം വന്നത്. റൂൾ നമ്പർ 1, നീ വീടിന് പുറത്തു മാത്രമാണ് ഇവളുടെ ഭർത്താവ്. വീടിന്റെ ഉള്ളില് നീ എന്റെ അസിസ്റ്റന്റ്. റൂൾ നമ്പർ 2, അറിഞ്ഞോ അറിയാതെയോ ഇല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടോ നിന്റെ കൈയെങ്ങാനും എന്റെ മോളുടെ ദേഹത്ത് കൊണ്ടാ നിന്റെ കഴുത്ത് കട്ട് ചെയ്ത് കളയും. എന്റെ അച്ഛന്റെ കാലി വീണ് കരഞ്ഞ് കല്യാണം കഴിപ്പിച്ച് ഇതിനു വേണ്ടിയാ? നിന്നെ കല്യാണം കഴിച്ചത് ഇവിടെ വേറെ ചെറുക്കനെ കിട്ടാഞ്ഞിട്ടല്ല. ഇവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അവരുടെ സുഹൃത്തിന്റെ മകനെ കല്യാണം കഴിച്ച് 5 വർഷം സന്തോഷമായി ജീവിച്ചാൽ മാത്രമേ സ്വത്ത് മുഴുവൻ ഇവൾക്ക് കിട്ടൂന്ന് എഴുതി വെച്ചിട്ടാ അങ്ങേര് മരിച്ചുപോയത്. എന്നുവെച്ചാ കുറച്ച് പൈസക്ക് വേണ്ടി എന്നെ ബലിയാടാക്കിയല്ലേ? വേറെന്താ, നിന്നോടുള്ള ആഗ്രഹം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോ? റൂൾ നമ്പർ 3 പ്രകാരം നീ കൂടുതലൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ നിന്റെ കുടുംബത്തെ മുഴുവൻ നോക്കിക്കോളാന്ന് വാക്കുകൊടുത്ത് നിന്നെ ഈ വീട്ടിലേക്ക് ദത്തെടുത്ത്. ദത്ത് കയറിയുന്നു? അയ്യോ, ഇതിനെക്കുറിച്ച് എന്റെ അച്ഛൻ എന്നോട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞാ നീ സമ്മതിക്കില്ലല്ലോ, അതാ പറയണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാ ഇപ്പൊ എന്റെ പൊസിഷൻ എന്താ? വായടച്ചിട്ട് ഞങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കണം. 5 വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് മതി, സ്റ്റോപ്പ്. എന്തിനാ ഡയലോഗ്? ടൈം വേസ്റ്റാ. സീൻ മൊത്തം മനസ്സിലായി. ആന്റി, ആന്റി അകത്ത് പോയി ഡോറടച്ച് കിടന്നു. എന്തിന്? പാതിരാത്രിയിൽ എന്റെ മോളുടെ മേലെ കൈവെക്കാനോ? ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലെങ്കിലും ആ ഫീല് കളയണ്ടല്ലോ എന്ന് കരുതിയ. ആന്റി പ്ലീസ്. ഡയറ്റ് പാല് കുടിച്ചാൽ അതെനിക്ക് ശരിയാവില്ല. ഈ ഭർത്താവ് ഉദ്യോഗത്തിന് ഈ കട്ടില് പൂ ഈ സെറ്റപ്പ് ഒക്കെ എന്തിനായിരുന്നു? വെളിയിൽ നിങ്ങളുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാ. എനിവേ, എനിക്ക് ഉറക്കം വരിക. I'm gonna sleep. ഇൻ കേസ് എനിക്ക് രാത്രി മൂഡ് വന്ന് ഞാൻ നിനക്ക് പിടിച്ചാലോ? CCTV ക്യാമറ. ഫസ്റ്റ് നൈറ്റ് റൂമിൽ CCTV ക്യാമറ DVD അടിച്ച് വെക്കാനാണല്ലേ? കോഫി. എനിക്കും കൂടി ചേർത്ത് കോഫി എടുത്തിട്ട് വാ. പിന്നെ ശ്രുതിക്ക് ഹോർലിക്സ്.
ഹലോ, കിച്ചൺ മേലെയല്ല താഴെ. പെട്ടെന്ന് പോയി എടുക്കാൻ നോക്ക്, പെട്ടെന്ന്. വീട്ടിൽ നിർത്തി കയറി കഴിഞ്ഞ ഇതവസ്ഥ. ഹാർലിക്സ് അവിടെ വെക്കേ. പുറത്തു നോക്കുമ്പോ ഫിഗർ കാണാനൊക്കെ കൊള്ളാം. എന്ത് ജീവിതമാടാ നിന്റെ. സ്വന്തം ഭാര്യയെ അയൽവക്കത്തെ വീട്ടിൽ നോക്കേണ്ട അവസ്ഥ. അല്ല ശ്രുതി, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നോണ്ട് കാര്യമുണ്ടോ? പിന്നെ മിസ് ഇന്ത്യ ടൈറ്റിൽ വെറുതെ തരുമെന്നാണോ വിചാരിച്ചേ? എന്റെ മിസ്സിസ് ആയിട്ട് നിനക്ക് മിസ് ഇന്ത്യ ആയേ പറ്റുള്ളൂല്ലേടി. എന്താ? ഇല്ലില്ല, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് യോഗ ചെയ്താ ഫിഗർ കുറച്ചുകൂടെ നന്നാവൂന്ന് പറയായിരുന്നു. ഐ നോ, പക്ഷേ ഒരു നല്ല യോഗ ടീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ വേറെ ആള്? നീയോ? ആ, നിനക്ക് യോഗ അറിയോ? അറിയോന്നോ? ബാക്കിയുള്ളവർക്ക് അറിയാത്തതും അറിയും. ആഹാ, എങ്കി എന്നെ പഠിപ്പിക്കേ. വൈ നോട്ട്? ഇംപ്രസീവ്. കം ഓൺ. എന്ത് പറ്റി ബേബി? യോഗ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ നടു ഓടിച്ചു മമ്മി. എനിക്കൊന്നും അറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. നീ മിസ് ഇന്ത്യ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇവന്റെ പ്ലാൻ. അതുകൊണ്ട് അക്കോർഡിംഗ് മൈ റൂൾസ് ബുക്സ്, ആണുങ്ങൾ പറയുന്നത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നതെല്ലാം റൂൾസ് പ്രകാരം നീ അനുസരിക്കണം. ഞങ്ങൾ തരുന്നത് കഴിക്കണം. വഴക്കു പറഞ്ഞാൽ കേൾക്കണം. ഓക്കേ മമ്മി, ലൈഫിൽ ഇനി മുതൽ ഇവന്റെ വർത്താനം ഞാൻ ഫോണിൽ പോലും കേൾക്കില്ല. ഐ നെവർ റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് അഗൈൻ. ഐ നെവർ ലിസൺ ടു ഹിം. ബേബി ഗെറ്റ് റെഡി. ഓക്കേ അമ്മ. Idiot, what are you doing here? ഞാനൊന്നും കണ്ടില്ല. ഇവിടെ നീ എന്താ ചെയ്യുന്നേ? എല്ലാരും ബാത്റൂമിൽ എന്താ ചെയ്യുന്നത്? നീ ബാത്റൂമിലുണ്ടെന്ന് എനിക്ക് അറിയണ്ടേ? നീ അകത്തുള്ളവരെ എനിക്കെങ്ങനെ അറിയാം? അയ്യോ, ഇറ്റ്സ് ഓക്കെ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എന്താ ചെയ്യണ്ടേ? ഈ ഡ്രസ് ഒന്ന് സ്റ്റക്ക് ആയിരിക്കാം, ഒന്ന് ഊരാനൊന്ന് സഹായിക്കോ? വാ. വരുന്നു. ഏയ്, കണ്ണു മൂട്. ഞാൻ പറയുന്നവരെ നീ കണ്ണു തുറക്കാനേ പാടില്ല. ഓക്കെ 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 ഓക്കെ. ഷുവർ? അവിടെ ഇല്ല, മേളില്. നീ കണ്ടു. കണ്ടല്ലോ. നീ കണ്ടു. കണ്ടെന്നേ. നീ ശരിക്കും കണ്ടല്ലേ? സത്യമായിട്ട് കണ്ടെന്നേ. അപ്പാ, നീ പറഞ്ഞത് മുഴുവനും നുണയാ. നീ കണ്ടു എന്ന് പറഞ്ഞ കണ്ടില്ലെന്നർത്ഥം. നീ സത്യം പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അമ്മയെ വിളിച്ചു വരുത്തിയിട്ട് നിന്റെ തോലുരിച്ചു കളഞ്ഞേനെ. എന്താ പരിപാടി? നിനക്ക് വേണ്ടിട്ടാ വെയിറ്റ് ചെയ്ത്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? കൊള്ളാലോ. ഇപ്പോഴെങ്കിലും ഭർത്താവെന്നുള്ള തോന്നൽ നിനക്ക് ഉണ്ടായല്ലോ. എന്തായിരുന്നു കഴിക്കാൻ? മാങ്ങ സാമ്പാർ, പാവയ്ക്ക കൊണ്ടാട്ടം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ രസം. ഇന്നെന്താ അമ്മയുടെ ബർത്ത്ഡേ വല്ലതാണോ? ഞങ്ങൾക്കൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അതിന്റെ പേര് റോസി. അതിന്റെ ഡേ എന്ന്. അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കിയേ.
നായയുടെ ബലിച്ചോറ് ഒരു നായ്ക്ക് കൊടുക്കേണ്ടതിന് വരെ എനിക്ക് വിളമ്പുക. ആ, ഇതെല്ലാം നീ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നീ പറയണം. പറയാലോ. ആ, എങ്ങനെയുണ്ട്? കുറച്ചുകൂടി തരട്ടെ? നന്നായിട്ട് കഴിക്കേ. ആ, കുറച്ച് മെഴുക്കുരുട്ടി കൂടി. ആ, കഴിക്ക്. കഴിക്കാനല്ലേ പറഞ്ഞ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? സൂപ്പറായിട്ടുണ്ട്. ലൈഫിൽ ഇങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. ബേബി വാട്ട് ഹാപ്പൻ? ഹീസ് എ ചീറ്റർ. ഇവൻ എന്നെ ചീറ്റ് ചെയ്യോ? ഫുഡ് കൊള്ളില്ലെന്നിട്ട് കൂടി നല്ലതാണെന്ന് പറയുവോ? എത്ര ആശയം ഇവന്റെ അടുത്ത് പറഞ്ഞാലും ഇവൻ ഈ കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല മമ്മി. ഈ ആളുകൾ ഇങ്ങനെയാ. റൂൾ നമ്പർ 47 പ്രകാരം ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. Yes. ഇവൻ വിശ്വസിപ്പിച്ച് പറ്റിക്കുന്നവനല്ല, പറ്റിച്ച് വിശ്വസിപ്പിക്കുന്നവനാ. യു ആർ റൈറ്റ് മോം. അതുകൊണ്ട് റൂൾ നമ്പർ 56 പ്രകാരം ഇവൻ സത്യം പറഞ്ഞാൽ അത് നുണയായിരിക്കും. അങ്ങനെ ഫിക്സ് ചെയ്തു. ഇവിടെ നോക്ക്, ഇതാ നിന്റെ ലാസ്റ്റ് വാർണിംഗ്. ഇനി എങ്ങാനും നുണ പറഞ്ഞാലുണ്ടല്ലോ